വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 20 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങൾ. നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരിസേയരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കൊല്ലരുത്, കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകും എന്ന് പൂർവീകരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. സഹോദരനെ ബോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിൻ്റെ മുൻപിൽ നിൽക്കേണ്ടി വരും. വിഡ്ഢി എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്ക് ഇരയായിത്തീരും. നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ചോർത്താൽ കാഴ്ച വസ്തു അവിടെ ബലിപീഠത്തിന് മുൻപിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക. പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക. നീ പ്രതിയോഗിയോട് വഴിക്ക് വെച്ച് തന്നെ വേഗം രമ്യതപ്പെട്ടുകൊള്ളുക. അല്ലെങ്കിൽ പ്രതിയോഗി നിന്നെ ന്യായാധിപനും ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചു കൊടുക്കും. അങ്ങനെ നീ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടും. അവസാനത്തെ ചില്ലിക്കാശം കൊടുത്തു വീട്ടുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ലെന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് മാർച്ച് മാസം 13-ാം തീയതി ഈ രാത്രിയിൽ ഈശോയുടെ ചുറ്റും വീണ്ടും നമ്മൾ വചനം കേൾക്കാൻ ഒരുമിച്ചിരിക്കുമ്പോൾ ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പരസ്നേഹത്തിൻ്റെ ചില പ്രവൃത്തികളെക്കുറിച്ചും പരസ്പരം അനുരഞ്ജനപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുമാണ്. നമ്മൾ തപസ് കാലത്തിൻ്റെ യാത്രയിലാണ്. കുരിശ് വഹിച്ചുകൊണ്ട് നടന്നു നീങ്ങുന്ന ഈശോയോടൊപ്പം കുരിശ് വഹിച്ചുകൊണ്ട് നമ്മൾ നടന്നു നീങ്ങുകയാണ്. ക്രൂശിതനെ കണ്ടുകൊണ്ടുള്ള യാത്രയിലാണ്. ഉയർപ്പിൻ്റെ മഹിമ സ്വന്തമാക്കാനുള്ള, ജീവൻ്റെ സമൃദ്ധിയിലേക്ക് പ്രവേശിക്കാനുള്ള യാത്രയിലാണ്. ഈ യാത്രയിൽ ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, നിനക്ക് എൻ്റെ കൂടെ വരാൻ കഴിയണമെങ്കിൽ നീ സഹോദരനെ ബഹുമാനിക്കണം. സഹോദരനെ നീ നിന്ദിക്കുന്ന ആളായിരിക്കരുത്. അപരനെ നിന്ദിച്ചുകൊണ്ട്, അപരനെ ബോഷ എന്ന് വിളിച്ചുകൊണ്ട്, അപരനെ വിഡ്ഢി എന്ന് വിളിച്ചുകൊണ്ട്, നീ നല്ലവനാണ് എന്ന് ചമഞ്ഞുകൊണ്ട് നിനക്ക് എൻ്റെ പിറകെ വരാൻ സാധിക്കുകയില്ല. ഒരു സെൽഫ് റൈറ്റിയസ് ആറ്റിറ്റ്യൂഡ് കൊണ്ട്. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മറ്റുള്ളവരോട് കോപിക്കുന്നത്? നമ്മൾ കോപിക്കുന്നതിൻ്റെ ഒരു കാരണം, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, തെറ്റ് ചെയ്തതൊക്കെ നീയാണ് എന്ന ഒരു ചിന്തയാണ്, ഒരു സെൽഫ് റൈറ്റിയസ് ആറ്റിറ്റ്യൂഡാണ് നമ്മൾ കോപിക്കുന്നത്. അല്ലെങ്കിൽ ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്, ഞാൻ നിന്നേക്കാൾ നല്ലവനാണ് എന്ന എൻ്റെ ഒരു ബോധം, ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്. അതുകൊണ്ട് നിന്നെ എനിക്ക് വിഡ്ഢി എന്ന് വിളിക്കാം, നിന്നോട് എനിക്ക് കോപിക്കാം, ശാസിക്കാം എന്നൊക്കെയുള്ള ഒരു ചിന്ത. ഈ ഒരു ചിന്ത കൊണ്ട് നമുക്ക് ഈശോയുടെ കൂടെ നടക്കാൻ പറ്റില്ല. നമുക്ക് യഥാർത്ഥത്തിൽ ബലിയർപ്പിക്കാൻ പറ്റില്ല. നമുക്ക് ബലിയായി തീരാൻ പറ്റില്ല. ബലിയായി തീരണമെങ്കിൽ നിൻ്റെ ഉള്ളിലുള്ള ആ സെൽഫ് റൈറ്റിയസ് ആറ്റിറ്റ്യൂഡും, നീ മറ്റുള്ളവരെക്കാൾ കേമനാണ് എന്നുള്ള ചിന്തയും, ആരെ വേണമെങ്കിലും നിനക്ക് നിന്ദിക്കാം എന്നൊക്കെയുള്ള മനോഭാവമൊക്കെ മാറ്റിവെച്ചിട്ട് അനുരഞ്ജനപ്പെടണം. എന്താണ് പ്രിയപ്പെട്ടവരെ അനുരഞ്ജനം എന്ന് പറയുന്നത്? ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക എന്ന് പറയുന്നത്, അപരനെ ഉയർത്തുക എന്നത്, നിന്നെ തന്നെ താഴ്ത്തുക. അങ്ങനെ പരസ്പരം ഒരു തുലനാവസ്ഥ, ഒരു ഈക്വാലിറ്റിയിലേക്ക് കടന്നു വരികയാണ് ഈ അനുരഞ്ജനം. ഈശോ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവനെയും സ്നേഹിക്കുന്നു.
എന്നെ സൃഷ്ടിച്ച ഈശോ തന്നെയാണ് എല്ലാ മനുഷ്യരെയും സൃഷ്ടിച്ചിരിക്കുന്നത്. എല്ലാവരും ദൈവമക്കളാണ്, എല്ലാവരും ഈ ദൈവ കുടുംബത്തിലെ അംഗങ്ങളാണ് എന്നൊരു ബോധം, ഹൃദയവിശാലത, അതോടൊപ്പം സ്വയം താഴാനുള്ള സന്നദ്ധത, ഇതൊക്കെ ഉണ്ടെങ്കിലേ നിനക്ക് ഈശോയോട് കൂടെ ഈ യാത്ര നടത്താൻ പറ്റുകയുള്ളൂ. നമ്മൾ കുരിശിൻ്റെ വഴി നടത്തുമ്പോൾ പോലും നമുക്ക് ചിലപ്പോൾ തോന്നാം, അവരൊന്നും ശരിക്കും പ്രാർത്ഥിക്കുന്നില്ല, ഞാൻ മാത്രമാണ് കുരിശിൻ്റെ വഴി നടത്തുന്നത്. ഒരു സ്പിരിച്വൽ പ്രൈഡ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരാളാണ്, ബാക്കിയുള്ളവരൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്ന ഒരു സ്പിരിച്വൽ പ്രൈഡ്. ഇത് മാറ്റം വന്നിട്ട് നീ അനുരഞ്ജനപ്പെടണം. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, കോപിക്കുന്നവൻ കൊലപാതകിയാണ്, ഇനി മോഹിക്കുന്നവൻ വ്യഭിചാരിയാണ്. കോപത്തെ നേരിടാനും നിയന്ത്രിക്കാനും പഠിക്കണം. നമുക്ക് അപരനാണ് എല്ലാ തെറ്റും ചെയ്യുന്നത് എന്ന ഒരു ജഡ്ജ്മെൻ്റൽ ആറ്റിറ്റ്യൂഡുണ്ട്. ധൂർത്തപുത്രൻ മടങ്ങി വരുമ്പോൾ മൂത്തപുത്രൻ കോപിച്ചു എന്ന് പറയുന്നതിന് ചില കാരണങ്ങളുണ്ട്. മൂത്തപുത്രൻ പറയുകയാണ്, അവൻ എല്ലാ തെറ്റും ചെയ്തവനാണ് എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഒരു ജഡ്ജ്മെൻ്റൽ ആറ്റിറ്റ്യൂഡാണ്. ഞാൻ ഒരു തെറ്റും ചെയ്യാത്തവനാണ്. അവൻ്റെ ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ആണ്, അവൻ്റെ ഒരു സെൽഫ് റൈച്ചസ്നെസ് ആണ്. ഇതിനൊക്കെ മാറ്റം വന്ന് നമ്മൾ ഏറ്റുപറയേണ്ട ഒരു കാര്യമുണ്ട്, എനിക്കൊരു രക്ഷകനെ ആവശ്യമാണ്. ഈശോ കുരിശ് വഹിച്ചത് എനിക്ക് വേണ്ടിയാണ്, എൻ്റെ പാപം മൂലമാണ്. നമ്മളെ തന്നെ താഴ്ത്തുകയും പിന്നെ അപരനുമായി അനുരഞ്ജനപ്പെടുന്നതിന്, അപരൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്ന ഒരാളായി. ഹല്ലേലൂയ. ഈശോ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്തു. യെസ്. എങ്ങനെയാണ് നമ്മൾ ക്രിസ്തുവിനെ പോലെയാകുന്നത്? ഈശോ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്തതുപോലെ മറ്റുള്ളവരുടെ തെറ്റുകൾക്ക് വേണ്ടി പരിഹാരം ചെയ്യുന്നവരായി മാറണം. അവരനോട് കോപിക്കുകയല്ല വേണ്ടത്, അവരനെ നിഷേധിക്കുകയല്ല വേണ്ടത്. നമ്മൾ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്ന ആളുകളായി മാറുമ്പോഴാണ് നമ്മൾ ക്രിസ്തുവായി മാറുന്നത്, ക്രൂശിതനെ പോലെയാകുന്നത്, ഉയർപ്പിൻ്റെ മഹിമയിൽ പങ്കുകാരാകുന്നത്, ക്രിസ്തുവിൻ്റെ മണവാട്ടിമാരായി മാറുന്നത്. ഹല്ലേലൂയ. ഈ ഒരു ചിന്തയോടുകൂടെ പ്രിയപ്പെട്ടവരെ, രാത്രിയിൽ നമുക്ക് സ്തുതിക്കാം. ഈ വചനം, ഈ അനുരഞ്ജനത്തിൻ്റെ വചനം, ഈ പ്രാശ്ചിത്തത്തിൻ്റെ വചനം നമുക്ക് ശരീരത്തിൽ, നമ്മുടെ ജീവിതത്തിൽ മാംസം ധരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കോപിച്ചു പോയ സമയങ്ങളെ ഓർത്ത് അനുതപിക്കാം. അപരനെ നിന്ദിക്കുകയും നിഷേധിക്കുകയും ചെയ്ത സമയങ്ങളെ ഓർത്ത് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മാപ്പ് അപേക്ഷിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഈശോയെ, കോപമെന്ന ആ ദുശീലത്തെ, ആ ദുർഗുണത്തെ അങ്ങയുടെ നാമത്തിൻ്റെ യോഗ്യതകളാൽ ബന്ധിക്കുന്നു, വിട്ടുപോകട്ടെ എന്ന് ശാസിക്കുന്നു. ഹല്ലേലൂയ. സെൽഫ് റൈച്ചസ് ആറ്റിറ്റ്യൂഡുകൾ വിട്ടുപോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപരനെ വിധിക്കുന്ന ആ ജഡ്ജ്മെൻ്റൽ ആറ്റിറ്റ്യൂഡുകൾ എന്നിൽ നിന്ന്, എൻ്റെ വാക്കുകളിൽ നിന്ന്, ചിന്തകളിൽ നിന്ന് വിട്ടുപോകട്ടെ എന്ന് കൽപ്പിക്കുന്നു, ശാസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. ചിന്തകളും വാക്കുകളും നിലപാടുകളും നവീകരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. കർത്താവേ, ശാന്തതയുള്ള അങ്ങയുടെ ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരെയും ദൈവമക്കളായി കാണാനുള്ള കാഴ്ച ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എവിടെവരായിരിക്കുന്നിടങ്ങൾ സാധിക്കുന്നത് പോലെ മുട്ടുകുത്തി നമുക്ക് വേണ്ടി ഈ ഭൂമിയുടെ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറുമുള്ള സകല മനുഷ്യരെയും സർവ്വജീവജാലങ്ങളെയും വിശ്വപ്രപഞ്ചം മുഴുവനെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദിവ്യകാരുണ്യ ആശീർവാദം യേശുനാമം വിളിച്ച് സ്വീകരിക്കാം. ഈശോയേ, 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 അഭിഷേക ജ്വാലയായി സാധിക്കുന്നവർ ശിരസ് തറയിൽ മുട്ടിച്ച്
പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നല്ലൊരു രാത്രി, സുഖനിദ്രയുള്ള രാത്രി, സന്തോഷമുള്ള രാത്രി ആശംസിക്കുന്നു. നാളെ കൂടുതൽ സന്തോഷത്തോടുകൂടെ ദൈവരാജ്യ ശുശ്രൂഷകളിൽ വ്യാപൃതരാകാൻ സാധിക്കട്ടെ. ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വചന ശുശ്രൂഷകൾ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുന്നത് ഒരു ദൈവരാജ്യ ശുശ്രൂഷ പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നാളെ ഈ സമയത്ത് വീണ്ടും കാണുന്നത് വരെ നമുക്ക് പരസ്പരം പ്രാർത്ഥനയിലായിരിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.